السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്ത ചരിത്ര പഠനം എന്ന ചർച്ചയുടെ ഭാഗമായി നാം നടത്തുന്ന ക്ലാസ് ഇന്നലെ അത് ചില കാരണങ്ങളെ കൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് തിരക്കായതിൻ്റെ പേരിലാണ്. ഇന്നും അത്യാവശ്യ കാര്യങ്ങൾ കുറേ ഉണ്ട്, എന്നാലും കുറച്ച് സമയമെങ്കിലും നമുക്ക് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ആലിമീങ്ങളിൽപ്പെട്ടവർ തന്നെ മുബ്തദിഈങ്ങൾക്ക് അനുകൂലമാം വിധം വരുന്ന രൂപത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് നാം സമസ്ത പുനഃസംഘടിപ്പിക്കേണ്ടി വന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല. 989 ബഹുമാനപ്പെട്ട താജുൽ ഉലമ മറ്റൊരു മുൻവിധിയൊന്നുമില്ലാതെ മുശാവറ യോഗത്തിൽ നിന്ന് എഴുന്നേറ്റതെങ്കിൽ അതിൻ്റെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് 986 മുതൽ എല്ലാവർക്കും സുപ്രസിദ്ധമാണ്, അറിയപ്പെട്ടതാണ്. ഒരു ശരീഅത്ത് ഭേദഗതി എന്ന പേരിൽ ഒരു പ്രശ്നം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായത്. ഒരു പെണ്ണിന്റെ തലാഖും അതോടനുബന്ധിച്ച വിഷയവുമാണ് തുടങ്ങാൻ കാരണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചു. അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ രാജീവ് ഗാന്ധി മുസ്ലിം എംപിമാരുടെ ഉപദേശം ആരാഞ്ഞു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്ന ബനാത്ത് ബാല അത് സംബന്ധമായി പാർലമെന്റിൽ സംസാരിച്ചു. ഇതൊക്കെയാണ് അതിന്റെ ഒരു സൂചനകൾ. ആ സന്ദർഭത്തിൽ ഈ ഏക സിവിൽ കോഡ് അതുപോലെ ശരീഅത്ത് ഭേദഗതി തുടങ്ങിയ കാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരോട് ആലോചിക്കാതെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണം നടപ്പാക്കാൻ പാടില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ യോഗം ഒരു പ്രമേയം മുഖേന ഗവൺമെന്റുകളോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് ഈ പ്രമേയത്തിന്റെ സത്ത അത് പ്രധാനമന്ത്രിയെ കണ്ട് നേരിൽ ബോധ്യപ്പെടുത്താൻ സമസ്ത തീരുമാനിക്കുകയും അതിന് മഹാന്മാരായ 3 പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും ശംസുൽ ഉലമയുടെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അടക്കമുള്ള 3 പണ്ഡിതന്മാരെ അത് നിശ്ചയിക്കുകയും ചെയ്തു. ഈ നിശ്ചയിച്ച് യോഗം പിരിഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം രാഷ്ട്രീയക്കാരുടെ ചുവട്ടിലെത്തി. അപ്പോൾ രാഷ്ട്രീയക്കാർ തീരുമാനിച്ചു, ഇവിടുത്തെ പണ്ഡിതന്മാർ ഇങ്ങനെ സ്വന്തമായിട്ട് പോയാൽ അവർ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ അറിയിച്ചു കൊടുക്കാനും ഗവൺമെന്റിന്റെ മുന്നിൽ കാര്യങ്ങൾ വിശദമാക്കാനും തുടങ്ങിയാൽ മുസ്ലിം രാഷ്ട്രീയ കക്ഷി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഈ രാജ്യത്ത് തീരെ പ്രസക്തി ഇല്ലാതെയായിത്തീരും. അതുകൊണ്ട് ആ പോക്ക് എങ്ങനെയും മുടക്കണം, അവർ പോകരുത്. അതിനുള്ള കരുക്കൾ ഈ രാഷ്ട്രീയക്കാർ മെനഞ്ഞുണ്ടാക്കി. അപ്പോഴാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ
ഒരു അഡ്രസ്സ് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മൊത്തം ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒന്നായിട്ട് അവിടെ ചെന്ന് പറയാം, ഒരു കൂട്ടരായിട്ട് വേറെ പോണ്ട എന്ന ഒരു തീരുമാനത്തിലെത്തി. അതിന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ഇവർ പറഞ്ഞ് വശത്താക്കി. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ സെഹർബാധയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അവർക്ക് കീഴ്പ്പെട്ടു. ഏതായിരുന്നു ശംസുൽ ഉലമയുടെ ആശയം? നമ്മൾ കേട്ടില്ലേ, പുളിക്കല പ്രസംഗം, 60-ാം വാർഷികത്തിലെ പ്രസംഗം. വഹാബികളെയും മൗദൂദികളെയും ബഹുമാനപ്പെട്ടവർ വിശേഷിപ്പിച്ചിരുന്നത് ഒരു ചായ, ആ ചായ നന്നായി കുടിക്കണമെങ്കിൽ, ചായ ആകണമെങ്കിൽ അതിൽ ചായപ്പൊടി വേണം, പഞ്ചസാര വേണം, പാല് വേണം. എന്നാൽ അതിൽ കുറച്ച് കാഷ്ടവും കൂടി കൂട്ടിയാലോ പിന്നെ ആ ചായ എങ്ങനെ ചായയാകുമെന്ന് പൊതുജനങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ ഉദാഹരണ സഹിതം വഹാബികളെയും മൗദൂദികളെയും പഠിപ്പിച്ച ശംസുൽ ഉലമ. അതുപോലെ ചില അഭ്യസ്ത വിദ്യർ സമുദായത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയപ്പോൾ ആ അഭ്യസ്ത വിദ്യർ, അതിൽ നിന്ന് പ്രത്യേകിച്ചും ഡോക്ടർമാരോട്, അന്ന് MES നേതാവായി വന്ന ഒരു ഗഫൂർ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അയൽമീങ്ങൾക്കെതിരെ എല്ലാ ഭാഗത്തും തിരിഞ്ഞിരുന്നത്. ആ ഡോക്ടർ പോലെയുള്ള ഡോക്ടർമാരെയും ദീന് പഠിക്കാത്തവരെയും ഉദ്ദേശിച്ചുകൊണ്ട് ശംസുൽ ഉലമ പറഞ്ഞത്, നിങ്ങൾ ഏത് വിദ്യ നേടിയിട്ടല്ല, നിങ്ങൾക്ക് കാഷ്ടവും മൂത്രവും പരിശോധിക്കുക എന്ന ആ വിദ്യയല്ലേ നിങ്ങൾക്കുള്ളൂ. പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ പരിശോധിക്കുവാനോ അത് ചിന്തിക്കുവാനോ നിങ്ങൾക്ക് എന്ത് വിവരമാണുള്ളതെന്ന് ഇങ്ങനെയുള്ള അഭ്യസ്ത വിദ്യയുടെ മുഖത്ത് പോലും നോക്കി പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ തന്റെ ഇടത്തോടുകൂടി പറഞ്ഞിരുന്ന ശംസുൽ ഉലമയെ ഈ കക്ഷികൾ വശത്താക്കിക്കൊണ്ട് അവർ ഈ പോക്കിന് കടിഞ്ഞാണിട്ടു. അപ്പോൾ തന്നെ ആലിമീങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്തയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുഷാവറയിൽ നിന്നും എഴുന്നേൽക്കാൻ കാരണം. അതിന്റെ ബാക്കി പത്രമായിരുന്നു ആ മുഷാവറയിൽ അന്ന് നടന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന്, ആ ഭൂരിപക്ഷം എന്നുള്ള പദം കേട്ടപ്പോഴാണ് താജുൽ ഉലമ എഴുന്നേൽക്കുന്നത്. ഇങ്ങനെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് ഇറങ്ങിപ്പോരേണ്ടി വന്നതും അതുപോലെ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നതും. പുനഃസംഘടിപ്പിക്കുമ്പോഴും എല്ലാവരെയും പരിപൂർണമായി ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് തന്നെയാണ് പുനഃസംഘടനയും നടന്നിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെന്ന് മനസ്സിലാക്കണം, അന്ന് ഈ പുനഃസംഘടന നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ? നമുക്ക് അതൊന്ന് വിശകലനം ചെയ്യാം. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ അവരെ ആശയപരമായി നേരിടാനും അതുവഴി അവരുടെ ഈ വിഷവിത്ത് നമ്മളെ നാട്ടിൽ മുളക്കാതിരിക്കാനും അതിനുവേണ്ടി മാത്രമാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ രൂപീകൃതമായത്. എങ്കിൽ ആ രൂപീകൃതമായ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന മറ്റൊരു കക്ഷികളുണ്ട്. അവർക്ക് ആശയവും ആദർശവും ഇല്ല. പക്ഷേ അവർ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിലാണ് ഞങ്ങളാണ്. സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ആശയം ഞങ്ങൾക്കാണെന്ന് അവർ പറയുന്നു. അവർക്കതിന് പറയാൻ അർഹതയില്ല, ധാർമ്മികമായ അവകാശമില്ല, എന്നാലും അവർ പറയുന്നു. എങ്കിൽ ആ പറയുന്ന കക്ഷികൾ അവരുടെ വാർഷികം എന്ന പേരിൽ ഒരു പരിപാടി വെച്ചു മലപ്പുറം ജില്ലയിലെ കൂരിയാട്. ആ കൂരിയാട് വെച്ച് ഇവർ ഈ പരിപാടി വെക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരുപാട് പരിപാടി അവർ വെച്ചെങ്കിലും ഒരു സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അവർ വിവരിച്ചിട്ടില്ല. പരിപാടി വെച്ച സ്ഥലങ്ങളിൽ മുഴുവനും മഹാനായ കാന്തപുരം ഉസ്താദിനെയും അതുപോലെ യഥാർത്ഥമായിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തെയും
താറടിച്ച് കാണിക്കാനും അവരെ പരിഹസിക്കാനും പൊതുജന മധ്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസക്തി കുറച്ചു കാണിക്കാനുമാണ് ഈ കക്ഷികൾ പ്രചരണം വെച്ചത്. അങ്ങനെ ആ പ്രചരണ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ സമ്മേളനം തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമ്മേളനത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറി വരുന്നത് ആരാണെന്നറിയുമോ? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അവർ യാദൃശ്ചികമായി കയറി വന്നതല്ല. അവരിങ്ങനെ ദേശീയപാതയിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ട്, ഒരു സ്റ്റേജും കണ്ട്, എന്താണ് ഇവിടെ പരിപാടി എന്നൊന്ന് പോയി നോക്കാം എന്ന് കരുതി വിളിക്കാതെ വന്നവരല്ല, ക്ഷണിക്കാതെത്തിയവരുമല്ല. അവർ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞ്, അപ്പോൾ അവർ ഈ സുന്നികളാണെന്ന് പറയുന്നവരുടെ നേതാക്കൾ അവരെ കാത്തിരുന്ന്, അങ്ങനെ അവർ വന്നു. അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്തു. നല്ല സന്തോഷത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി അവരെ ആനയിച്ചു, സ്വീകരിച്ചു. അവർക്ക് ആവശ്യമായ വിഭവസമൃദ്ധമായതൊക്കെ അവർക്ക് നൽകി. ഭക്ഷണമൊക്കെ കൊടുത്ത്, ജ്യൂസ് കൊടുത്ത്, എന്തൊക്കെ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. വളരെ സൗഹൃദത്തിൽ കുശലം പറഞ്ഞു. എന്നിട്ട് അവർ ആ സ്റ്റേജിൽ ചെലവഴിച്ച് ഇവർ തിരിച്ചുപോയി. വരുന്ന സമയത്ത് അവർ സലാം പറയുമ്പോൾ അവർ സലാം മടക്കി. പോകുന്ന സമയത്തും അവർ സലാം പറഞ്ഞു. വളരെ ആഹ്ലാദത്തോടുകൂടി ഇവർ സലാം മടക്കി. ഇത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സംഘടനയുടെ അനുയായികളാണെന്ന് പറയുന്ന ആളുകളാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സംഘടനയുടെ ബൈലോ, അതിന്റെ നിയമാവലി, ഒന്നാമത്തെ നിയമാവലി എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക. അല്ലെ? വഹാബി, മൗദൂദി, ഖാദിയാനി എന്ന് വേറെ വേറെ പേരവിടെ പറയേണ്ട ആവശ്യമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ആരൊക്കെയുണ്ടോ അവരെ എതിർത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തുക. ആ സ്ഥാനത്ത് അവരെ പുഞ്ചിരിച്ച്, വരവേറ്റ്, ആനയിച്ച്, സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുക. ഈ നിലപാടാണ് ഈ കക്ഷികൾ സ്വീകരിക്കുന്നതെങ്കിൽ മഹാനായ താജുൽ ഉലമ അന്ന് എഴുന്നേറ്റ് പോന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയാകുന്ന സമസ്ത പുനഃസംഘടിപ്പിച്ച് അതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ സുന്നി എന്നോ നാമാവശേഷമായി പോയുമായിരുന്നു. സുന്നി തീരെ ഇല്ലാതായി പോകുമായിരുന്നു. അതിൽ നിന്നും അള്ളാഹു രക്ഷിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ എഴുന്നേറ്റ് പോരലാണ്. ഇവരീ നടത്തിയ ഈ സമ്മേളനത്തിൽ ഈ വഹാബികളെയും മൗദൂദികളെയൊക്കെ ഇങ്ങനെ പൂമാലയിട്ട് സ്വീകരിച്ച ഈ സമ്മേളനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മുഖപത്രമാകുന്ന സിറാജ് ദിനപത്രം എല്ലാവർക്കും തുല്യാവകാശമുള്ള റോഡിൽ വെച്ച് കുട്ടികൾ അത് വിൽക്കുന്ന സമയത്ത് വിതരണം ചെയ്യുമ്പോൾ ഈ സമ്മേളനത്തിന്റെ ആളുകൾ ഹാരിളകി വന്ന് ആ കുട്ടികളെ സമ്മേളനത്തിന്റെ നാലയലത്ത് നിന്നും ആറ്റി പുറത്താക്കുകയാണ് ചെയ്തത്. അവർ ഓടിച്ചു വിട്ടുകൊടുന്നു. അതേ ഈ സമ്മേളനത്തിന്റെ സംഘാടകർ തന്നെ മൗദൂദിയുടെ പുസ്തക സ്റ്റാളിന്, വഹാബിയുടെ ബുക്ക് സ്റ്റാളിന് ആ സമ്മേളന നഗരിയിൽ പന്തൽ കെട്ടിക്കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുത്തു. ഇതൊന്നും 100 കൊല്ലം മുമ്പുണ്ടായതല്ല. ഒരു 5 കൊല്ലം മുമ്പ് സംഭവിച്ച നമ്മളെ മലപ്പുറം ജില്ലയിൽ കുളപ്പുറത്തിനടുത്ത കൂരിയാട് സംഭവിച്ച കാര്യങ്ങളായി പറയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ മുഖപത്രമാകുന്ന സിറാജ് അത് വിൽക്കുന്നത് ഈ സമ്മേളനം നടക്കുന്ന ആ നഗരിയുടെ തൊട്ടടുത്തുള്ള റോഡിൽ വെച്ച്. റോഡ് എല്ലാവർക്കും നടക്കാനും ഇരിക്കാനും പോകാനും ഒക്കെ അവകാശമുള്ളതാണ്. അവിടുന്ന് ഈ കുട്ടികൾ കയ്യിൽ പത്രം പിടിച്ച് നടക്കുമ്പോൾ അത് സിറാജ് ദിനപത്രമായി എന്ന കാരണം കൊണ്ട് അവരെ അവിടെ ഓടിച്ചു വിട്ടു. എന്നാൽ റസൂലുള്ളാഹിന്റെ ശരീരം അതിവിടെ സൂക്ഷിക്കാതിരുന്നത് പിഴുത്ത് നാറാൻ കാരണമായതുകൊണ്ടാണെന്ന് നമുക്കത് പറയാൻ സാധ്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന മൗദൂദിസം, റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണ് തിന്നുപോകുമെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ,
അങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങൾ അവിടെ വിറ്റഴിക്കുവാൻ, അവർക്ക് സ്റ്റാള് കെട്ടാൻ, ബുക്ക് ഷോപ്പ് ഉണ്ടാക്കാൻ ഈ കക്ഷികൾ സൗകര്യം ചെയ്തു കൊടുത്തു. ഇവരാണോ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷകരായി ഇവിടെ ഞെളിഞ്ഞു നടക്കുന്ന സമസ്തക്കാരെന്ന് ബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള, ആലോചനശേഷിയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അതുകൊണ്ട് മഹാനായ താജുൽ ഉലമ എഴുന്നേറ്റ് പോകുന്നത് കൊണ്ട് എന്തുണ്ടായി നമുക്കൊന്ന് ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രതിഭാസമല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്? ലിംഗസമത്വത്തിന്റെ പേരിൽ സ്ത്രീകളും പുരുഷന്മാരും ഏത് വിഷയത്തിലും സമന്മാരാണെന്നുള്ള വാദവുമായി ഒരു കക്ഷി അല്ലെങ്കിൽ പല കക്ഷികൾ രംഗത്ത് വന്നപ്പോൾ ഞങ്ങളാണ് ദീനിന്റെ വക്താക്കൾ എന്ന് പറയപ്പെടുന്ന ഈ കക്ഷികൾ പ്രതികരിക്കാൻ ഒരൽപ്പം വിമ്മിഷ്ടപ്പെട്ടു നിന്നത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ശരീഅത്തിന്റെ ഘടകവിരുദ്ധമായിരിക്കുന്ന അഭിപ്രായമല്ലേ അത്? സ്ത്രീകളും പുരുഷന്മാരും ഏത് വിഷയത്തിലും തുല്യരാണെന്നുള്ള വാദം 100% ശരീഅത്തിനെതിരല്ലേ, സുന്നത്ത് ജമാഅത്തിനെതിരല്ലേ? ഈ കോലാഹലമുണ്ടായപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുമെന്ന് ഭയന്ന് ഈ ചേളാരികൾ മൗനം അവലംബിച്ചു. ആ സന്ദർഭത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ധീരയോദ്ധാവ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവர்கள் ഈ എല്ലാ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും അതുപോലെ മറ്റേത് നിലയ്ക്ക് ചിന്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ മുഖത്ത് നോക്കി ആർജവത്തോടെ പറഞ്ഞു, അതൊരിക്കലും ശരിയല്ല. ബഹുമാനപ്പെട്ടവരുടെ പ്രസ്താവന ഈ രാജ്യത്ത് തന്നെ പിടിച്ചു കുലുക്കി. എല്ലാവരും മുറഞ്ഞുതുള്ളി, എല്ലാ രാഷ്ട്രീയ നേതാക്കളും മുറഞ്ഞുതുള്ളി. VM സുധീരൻ മുതൽ അച്യുതാനന്ദൻ വരെ, BJPന്റെ ഒരു പെണ്ണ് മുതൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈർക്കൽ പാർട്ടിയുടെ പന്ന്യൻ രവീന്ദ്രൻ വരെ, അങ്ങനെ ഏതൊക്കെ കക്ഷികളുണ്ടോ ആ കക്ഷികൾ മുഴുവനും ഈ വിഷയത്തിനെതിരെ ഉറഞ്ഞുതുള്ളി. എല്ലാവരും കാന്തപുരത്തിനെതിരെ, എല്ലാ മീഡിയകളും കാന്തപുരത്തിനെതിരെ, എല്ലാ പത്രങ്ങളും കാന്തപുരത്തിനെതിരെ, ഏത് ചായപ്പീടികയും മക്കാനിയും ബസ് സ്റ്റോപ്പും അത് മുഴുവനും കാന്തപുരത്തിനെതിരെ. പക്ഷേ ആദർശത്തിൽ അധിഷ്ഠിതമായി പരിശുദ്ധമായിരിക്കുന്ന ദീനാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന മഹാനായ കാന്തപുരം ആർജവത്തോടുകൂടി പറഞ്ഞു, ലോകം മുഴുവനും എതിരായിരുന്നാലും സത്യം സത്യമായി ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതാരുടെ മുഖത്ത് നോക്കി പറയാനുമുള്ള ആർജവം ഇവിടുത്തെ സുന്നത്ത് ജമാഅത്ത് സംഘടനക്കുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിന്റെ മറുപടി പറയലിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഇതൊന്ന് വിഷയമൊന്ന് ചീകി ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ ചേളാരിക്കാരൻ പറഞ്ഞു അത് ശരിയാണ്, ഈ വിഷയത്തിൽ കാന്തപുരം പറഞ്ഞത് ശരിയാണ്. വേറൊരു വിഷയത്തിൽ ആ കാന്തപുരം പറഞ്ഞത് തെറ്റ് എന്നവരോട് ചോദിച്ചാൽ അതുപോലെടുത്ത് കാണിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ കാന്തപുരം പറഞ്ഞത് ശരിയാണ്. അങ്ങനെ അവരും കാന്തപുരത്തിന്റെ കാൽ കീഴിൽ വരേണ്ടി വന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, അന്ന് താജുൽ ഉലമ എഴുന്നേറ്റ് പോന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ആർജവത്തോടുകൂടി ഇങ്ങനെ പറയാൻ ഒരു പണ്ഡിതൻ ഉണ്ടാകുമായിരുന്നോ? ഈ പണ്ഡിതനെയാണ് സ്വകാര്യമായി യോഗം ചേർന്ന് ഇവരെ മാത്രം അങ്ങോട്ട് സമസ്തയിൽ നിന്ന് പുറത്താക്കാം, എന്നാൽ നമുക്കിവിടെ സുഖമായി വാഴാമെന്ന് തീരുമാനിച്ചത്.
അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അട്ടിമറിച്ചത്. അല്ലാഹു തആല അട്ടിമറിക്കൽ പല രൂപത്തിലുമാണ്. ചില ആളുകൾ ഇലക്ഷന് കാശ് കൊടുത്തുകൊണ്ട് അട്ടിമറിക്കും, ധാരാളം കാശ് ചെലവഴിക്കും. പക്ഷേ കാശ് ചെലവാകുമെന്നല്ലാതെ അതുകൊണ്ട് അട്ടിമറിയണം എന്നില്ല. അട്ടിമറിയണമെങ്കിൽ അവന്റെ മനസ്സ് മറിയണം. അത് മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹുവാണ്. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ പോലും അല്ലാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹുവാണ് നമ്മുടെ മനസ്സിന് ഇങ്ങനെ ചാഞ്ചാട്ടം തരുന്നവൻ. പലപ്പോഴും ചാഞ്ചാടാം അല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടുമൊക്കെ. അപ്പോഴൊന്നിൽ ധൈര്യമായി ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പൊ ഈ ചാഞ്ചാട്ടം നടത്തുന്നവൻ അള്ളാഹുവാണ്, മുഖല്ലിബുൽ ഖുലൂബ്. ആ മുഖല്ലിബുൽ ഖുലൂബ് അള്ളാഹു ആയതുകൊണ്ട് തന്നെ ഈ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് ഇസ്സത്തുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കോലാഹലം ഒരു 4 ദിവസം നീണ്ടു നിന്നെങ്കിലും 5ാമത്തെ ദിവസം ഇവരൊക്കെ പത്തി മടക്കി മാളത്തിൽ ഒളിച്ച് അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണരായി നടക്കുകയാണിപ്പോ. ഈ നേതാക്കളൊക്കെ ഇപ്പോഴുമില്ലേ? ഈ പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുമില്ലേ? പിന്നെ മറ്റ് സാമൂഹ്യ നേതാക്കള്, മറ്റ് സാംസ്കാരിക നേതാക്കള്, പിന്നെ വേറെ ആരൊക്കെ, എഴുത്തുകാരോ സാഹിത്യകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? അവരൊക്കെ ഒന്നായിട്ടല്ലേ ഇങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റിരുന്നത്? അവരൊന്നും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ? എന്തേ അവരൊക്കെ നാവിറങ്ങിപ്പോയോ? ആ ആളുകളുടെ മുഴുവനും പിടിച്ചു കെട്ടാൻ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യത കാരണം, ആ പ്രസ്ഥാനത്തിന് അജയ്യത ഉണ്ടാകാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകൾ ഉഷാവറുടെ യോഗത്തിൽ നിന്ന് എഴുന്നേറ്റത്, അല്ലാതെ ഉസ്താദിനെ ധിക്കരിച്ചതല്ല. നമുക്കതൊന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ചില സുന്നി വിരോധികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഉള്ളാൾ തങ്ങൾ ഉസ്താദിനെ ധിക്കരിച്ച് ഇറങ്ങിപ്പോന്നു, ഉസ്താദുമാരെ ധിക്കരിച്ചിറങ്ങിപ്പോന്നു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഉസ്താദുമാരെ ധിക്കരിച്ചിറങ്ങിപ്പോന്നു എന്ന് പറയുന്നത് കന്നിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും ധിക്കരിച്ചിറങ്ങിപ്പോന്നു എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ അന്നത്തെ മുശാവറ യോഗത്തിൽ കന്നിയത്ത് ഉസ്താദ് സുഖമില്ലാത്തതിന് കാരണം വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ആ ഉസ്താദിനെ ധിക്കരിക്കൽ ഉണ്ടായിട്ടില്ല. ശംസുൽ ഉലമ താജുൽ ഉലമയുടെ ഉസ്താദാണ്. താജുൽ ഉലമയെ ധിക്കരിച്ച് ഒരു വാക്കും ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുന്ന് പറയാത്തതിന്റെ പേരിലാണ് കോണി ഇറങ്ങാൻ പോകുന്ന, കാരണം സമസ്തയുടെ ഓഫീസ് മുകൾ ഭാഗത്തുള്ള യോഗം നടക്കുന്നത്. ആ കോണി ഇറങ്ങാൻ പോകുന്ന താജുൽ ഉലമയെ കോണിന്റെ അടുത്ത് വരെ വന്ന് ശംസുൽ ഉലമ അനുനയിപ്പിക്കാൻ നോക്കുന്നു. തങ്ങൾ പോകല്ലി, നമുക്ക് ചർച്ച ചെയ്യാം. തങ്ങൾ പോകല്ലി ആരാണ്? തന്റെ ശിഷ്യനോടാ പറയുന്നത്. തന്റെ ശിഷ്യന്റെ വേക്കിൽ തന്നെ പറയുന്നത്. അതിൽ എവിടെ ധിക്കാരം വന്നു? ഒരു ധിക്കാരവും വന്നിട്ടില്ല. കാരണം ശംസുൽ ഉലമനെ ധിക്കരിച്ചതിന്റെ പേരിലാണ് ആ കസേരയിൽ നിന്നും ബഹുമാനപ്പെട്ട താജുൽ ഉലമ എഴുന്നേറ്റിരുന്നെങ്കിൽ പോണ വഴിക്ക് പോട്ടെ എന്നല്ല ചിന്തിക്കുക. ധിക്കാരത്തോടു കൂടിയാണ് എഴുന്നേറ്റതെങ്കിൽ എന്നാ പോണ വഴിക്ക് പോട്ടെ എന്നല്ല ചിന്തിക്കുക. അതല്ല, ബഹുമാനത്തോടുകൂടി തങ്ങളുടെ അടുക്കൽ എന്ന് പറയുന്നു തങ്ങൾ പോകരുത്. പക്ഷേ തങ്ങൾ പോകുന്നത് 100% ആദർശത്തിന് വേണ്ടിയാണ്. ഈ ആദർശം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ്. നിങ്ങൾക്കറിയോ, മംഗലാപുരത്തേക്ക് ഒരുപാട് വർഷം, 15 വർഷത്തോളം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് പോകാൻ പാടില്ലായിരുന്നു. എന്തേ കാരണം? അവിടെയൊന്നും ഒരു സ്ഫോടനം നടത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ ചെന്ന് അക്രമം നടത്തിയതിന്റെ പേരിലല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മംഗലാപുരത്ത് വെച്ച് ഒരു വാത് പറഞ്ഞപ്പോൾ സുന്നി വിരോധികളുടെ കൊള്ളരുതായ്മകൾ തുറന്നു പറയുകയും അവർ ഈ സമുദായത്തിന് വലിയ ദോഷമുണ്ടാക്കുന്നവരാണ്,
ദീനുമായി ബന്ധമില്ലാത്തവരാണ്. അവരാണ് വന്ന് പരിശുദ്ധമായ ദീനിനെ നാശാക്കുന്നത്. അതുകൊണ്ട് അവരുമായി നാം വിട്ടുനിൽക്കണം. ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. അവരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല. അവർ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. അവരെന്തെങ്കിലും പരിപാടിക്ക് നാം പോയി അവരെ സന്തോഷിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ശക്തമായ ആദർശങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മംഗലാപുരത്ത് വെച്ച് അത് പറഞ്ഞപ്പോൾ അതിനുശേഷം ഒരു വഹാബിയുമായി ഒരു സുന്നി വാഗ്വാദത്തിലേർപ്പെടുകയും ആ വാഗ്വാദം അത് അടിപിടിയിൽ കലാശിക്കുകയും അതിൽ ഈ വഹാബി മരണപ്പെടുകയും ചെയ്തു. അതിന്റെ കേസ് കോടതിയിൽ വന്നപ്പോൾ ഈ പ്രതിയുടെ ഈ ജീവൻ പോയ ആളുടെ വക്കീല് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് അദ്ദേഹം മലബാറുകാരനായ ഒരു പണ്ഡിതന്റെ പ്രസംഗം ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് കോടതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കോടതി ആ കാര്യം അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ദീനിന്റെ കാര്യങ്ങൾ അവിടെ സംസാരിച്ചത് അവർക്ക് അവിടെ സാക്ഷി അതിന് ലഭിക്കുകയും ആ അടിസ്ഥാനത്തിൽ കോടതി അന്നൊരു നിരീക്ഷണത്തിലെത്തി. അതുമാത്രം വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജഡ്ജി അദ്ദേഹത്തിന്റെ പ്രസംഗം കാരണമാണ് ഈ കൊലയുണ്ടാകാൻ കാരണം. അതുകൊണ്ട് അദ്ദേഹം ഇനി മംഗലാപുരത്തേക്ക് വന്നുകൂടാ. പിന്നീട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മറ്റ് നേതാക്കളുമായി സമ്പർക്കം പുലർത്തി 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ നിരോധനം കോടതി പിൻവലിച്ചത്. ഞാനിത് പറയുന്നത് അത്രമാത്രം സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഒരു കലാപമുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് കരുതി ഏതെങ്കിലും വഹാബികളെ കൊല്ലണമെന്നോ തല്ലണമെന്നോ പറഞ്ഞിട്ടില്ല. വഹാബികളാണെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് അരീക്കോട്ടുകാരനാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇന്നും അത് വായിക്കാൻ കിട്ടുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ശംസുൽ ഉലമ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വഹാബിനെയും കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ആശയപരമായി അവരെ പരാജയപ്പെടുത്തണം. അവരാശയങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് പറയണം. അതുകൊണ്ട് അവരോട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് അത് പറഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മറ്റൊരാളോട് സംസാരിച്ച് അതിങ്ങനെ കയർത്ത് മൂത്ത് വന്ന് അടിപിടിയിൽ കലാശിച്ചാണ് സംഭവം ഉണ്ടായത്. അതിന്റെ പേരിലാണ് ശംസുൽ ഉലമക്ക് അവിടെ വിലക്കേർപ്പെടുത്തപ്പെട്ടത്. അപ്പൊ അത്രമാത്രം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമുണ്ടായിരുന്ന ആദർശമുണ്ടായിരുന്ന ശംസുൽ ഉലമ പഠിപ്പിച്ചു കൊടുത്ത ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ താജുൽ ഉലമ അതുവരെ വളർന്നതും ജീവിച്ചതും പിന്നെ അതിന് ശേഷം ജീവിച്ചതും. ആ ആശയം നടപ്പാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ശംസുൽ ഉലമയുടെ മുന്നിൽ നിന്നും അതവും ബഹുമാനവും എല്ലാ പൊരുത്തങ്ങളും നേടി തന്നെ അവിടുന്ന് എഴുന്നേറ്റ് വന്നത്. ആ കുരുത്തം കിട്ടിയതിന് പേരിലാണല്ലോ ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കാനും കാരണം. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഉള്ളാൾ തങ്ങൾ കുരുത്തക്കേട് സമ്പാദിച്ച ആളാണ്. നഊദുബില്ലാഹ്. മഹാനായ ശംസുൽ ഉലമ പിന്നിൽ നടത്താത്ത ശംസുൽ ഉലമയുടെ മുന്നിൽ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അത്രയധികം താജുൽ ഉലമയെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. താജുൽ ഉലമ ശംസുൽ ഉലമയെയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ജീവിതകാലം ഒരിക്കലും ആ ആദരവിന് ഒരു കുറവും കാണിച്ചിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കുവാണെങ്കിൽ കഫറ എന്ന് പറഞ്ഞ് ശംസുൽ ഉലമയെ കാഫിറാക്കി എന്നിവർ പ്രചരിപ്പിച്ചിരുന്നല്ലോ. അതിൻഷാ അല്ലാഹ് ഒരു വിഷയമായി നമുക്ക് പിന്നീട് തന്നെ പറയാനുണ്ട്. എങ്ങനെയാണ് ആ വാദം വന്നത് എന്നും എന്താണ് ഈ സമുദായത്തിലെ ഒഴികളുടെ ലക്ഷ്യമെന്നും നമുക്ക് അത് മാത്രം ഒന്ന് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരിക്കലും ശംസുൽ ഉലമയെ ധിക്കരിച്ചിട്ടില്ല. ശംസുൽ ഉലമയെ അനാദരവ് കാണിച്ചിട്ടില്ല. അതൊക്കെ സമുദായ ദ്രോഹികളുടെ ആവശ്യമില്ലാത്ത പ്രചരണങ്ങളാണ്. അങ്ങനെ കുരുത്തക്കേട് സമ്പാദിച്ചവരായിരുന്നു എങ്കിൽ, ശംസുൽ ഉലമയുടെ കുരുത്തക്കേട് സമ്പാദിച്ചവരായിരുന്നു എങ്കിൽ ഈ രൂപത്തിൽ താജുൽ ഉലമ
നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം വളരുമായിരുന്നോ? പൊരുത്തക്കേടുകൂടെ പോകുന്നതെങ്കിലേ ദീനിനു വേണ്ടിയാണല്ലോ അവർ പ്രവർത്തിച്ചത്. ദീനി സ്ഥാപനങ്ങളാണല്ലോ ഈ സംഘം പിന്നെ വളർത്തിയെടുത്തത്. താജുൽ ഉലമയുടെ കൂടെയുള്ള AP ഉസ്താദിൻ്റെ സ്ഥാപനങ്ങൾ ഇങ്ങനെ വളരുമായിരുന്നു. ഈ മഹാന്മാരായ രണ്ടാളോടും കൂടെയുള്ള ഖലീൽ തങ്ങളുടെ സ്ഥാപനം ഇങ്ങനെ വളരുമായിരുന്നു. ഈ നേതാക്കളിലൊരാളായ ഖമറുൽ ഉലമയുടെ ശിഷ്യനായ പേരോട് ഉസ്താദിൻ്റെ സ്ഥാപനം ഇങ്ങനെ വളരുമായിരുന്നു. അതെ, കാന്തപുരത്തിൻ്റെ ശിഷ്യനായ സുലൈമാൻ സക്കാഫി മാളിയേക്കലിൻ്റെ സ്ഥാപനം ഇങ്ങനെ വളരുമായിരുന്നു. കാന്തപുരത്തിൻ്റെ ശിഷ്യനായ മുഹമ്മദ് കുഞ്ഞി സക്കാഫി കൊല്ലം, അവരുടെ സ്ഥാപനം ഇങ്ങനെ വളരുമായിരുന്നു. വെറും 2 ഉദാഹരണങ്ങൾ മാത്രം. നിങ്ങളിന്ന് കേരളത്തിൽ ഒന്ന് നിഷ്പക്ഷമായി ചിന്തിച്ച് പരിശോധിച്ചു നോക്ക്. 989 മുമ്പുള്ള സുന്നികളുടെ അവസ്ഥയും 989 ശേഷമുള്ള സുന്നികളുടെ അവസ്ഥയും. അന്നും ഇവിടെ സുന്നികളുണ്ട്, അന്നും ഇവിടെ മുസ്ലിമീങ്ങളുണ്ട്. ഒരു ചെറിയ വർധനവ് ചിലപ്പോൾ കാനേശിമാരുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കാം. അന്നും ഇവിടെ മദ്രസയും അറബി കോളേജുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അന്നും ആലിമീങ്ങളുടെ വാത് പറയുന്നുണ്ട്, ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 989 ശേഷം കേരളത്തിൽ വന്ന മാറ്റം, കേരളത്തെ കണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്തെ നിരവധി സ്റ്റേറ്റുകളിൽ വന്ന മാറ്റം, ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ആഫ്രിക്ക, നൈജീരിയ, അതുപോലെ മറ്റ് അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് വന്ന മുന്നേറ്റം. അപ്പം നിങ്ങൾ പറയും യൂറോപ്പിലും ആഫ്രിക്കയിലും നൈജീരിയയിലൊക്കെ കാന്തപുരം അവിടെ പോയി പാർക്കുന്നുണ്ടോ? കാന്തപുരത്തിൻ്റെ ശിഷ്യന്മാർ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ദീനീ ദഅവത്ത് നടത്തുന്നുണ്ട്. അതിനൊക്കെ ആർജവം കിട്ടിയത് 989 ശേഷമുള്ള ഈ പ്രവർത്തനം മൂലമാണ്. ഇത് ശംസുൽ ഉലമയുടെ കുരുത്തക്കേട്, കണ്ണിയത്ത് ഉസ്താദിൻ്റെ കുരുത്തക്കേട് ഈ നേതാക്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വടവൃക്ഷമാകുമായിരുന്നോ? അതിങ്ങനെ കെട്ടാറിപ്പോവുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? നാട്ടിക മൂസ മൗലവി MDP എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതുപോലെ, MDP എന്ന രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അത് ഇവരുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്ന മരണപ്പെട്ടു പോയ നാട്ടിക മൂസ മൗലവിയായിരുന്നു. അത് വളരെ കൊട്ടിഘോഷിച്ചാണ് വന്നത്. പല രാഷ്ട്രീയക്കാരെയും ഒന്ന് ഉറക്കം കെടുത്തിയിരുന്നു ആദ്യത്തിൽ. എന്താണിന്നതിൻ്റെ സ്ഥിതി? MDP എന്ന ആ 3 അക്ഷരം ഇന്ന് എവിടെയെങ്കിലും കാണാനുണ്ടോ? എന്തേ കാരണം? അതിന് പൊരുത്തമില്ലായിരുന്നു. അതുണ്ടാക്കിയ ആള് എറണാകുളം സമ്മേളനം മുടക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു. എറണാകുളം സമ്മേളനം സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യത വിളിച്ചറിയിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ സമ്മേളനം തെക്കൻ കേരളത്തിൽ നടക്കരുത്, സുന്നികളുടെ ആർജവത്തോടെ വളരരുത് എന്ന് മനസ്സിലാക്കി സുന്നി വിരോധികൾ അവർ അച്ചാരം കൊടുത്ത് കയ്യിലാക്കിയ ആളായിരുന്നു നാട്ടിക മൂസ മൗലവി. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് എന്തൊക്കെ ശ്രമങ്ങൾ കഴിയുമോ അതൊക്കെ അയാൾ ചെയ്ത് ആ സമ്മേളനം മുടക്കാൻ നോക്കി. അതിൻ്റെ കുരുത്തക്കേടായി അയാൾ അതിനു മുമ്പ് തന്നെ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി നാമാവശേഷമായി പോകാൻ കാരണം. അതുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശംസുൽ ഉലമയുടെയും കുരുത്തക്കേട് ഒരിക്കലും ഈ നേതാക്കൾക്ക് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആർക്കാണ് കുരുത്തക്കേട് പറ്റിയത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹ് തുടർ ദിവസങ്ങളിൽ. ഇന്ന് ഈ 5 ക്ലിപ്പോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. മറ്റു തല അത്യാവശ്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് പ്രത്യേകിച്ച് പിന്നെയും പറയുന്നു.
സംശയമുള്ളവരാരും മനസ്സിൽ വെച്ച് നിൽക്കരുത്. അത് ചോദിക്കുക തന്നെ വേണം. അതെങ്ങനെ ചോദിക്കുന്നതിനും ഏത് ചോദ്യമാകുന്നതിനും വിരോധമില്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നു.